കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനി അമ്പിളിയുടെ മരണത്തിൽ ഹോസ്റ്റൽ വാർഡനും റൂംമേറ്റ്സിനും പങ്കുണ്ടെന്ന് കുടുംബത്തിന്റെ ആരോപണം. മരണശേഷവും അമ്പിളിയുടെ മൊബൈൽ ഫോൺ മറ്റാരോ ഉപയോഗിച്ചു. പെൺകുട്ടിയുടെ ഡയറി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ഈ മാസം 5-നാണ് MBBS വിദ്യാർത്ഥിനിയായ PP അമ്പിളിയെ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കുട്ടിയുടെ ഡയറിക്കുള്ളിൽ ആത്മഹത്യക്കുറിപ്പ് വെച്ച് ആത്മഹത്യ പ്രവണതയുള്ള ആളാണെന്ന് വരുത്തി തീർക്കാനടക്കം ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. 11 മണിക്കാണ് കുട്ടി മരിച്ചത്. എന്നാൽ 2:12 വരെ മൊബൈലിൽ വാട്സ്ആപ്പ് ലാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്. ആരാണ് ഫോൺ ഉപയോഗിച്ചത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ദിവസവും ഡയറി എഴുതുന്ന പ്രകൃതക്കാരിയാണ് അമ്പിളി. അത് ഞങ്ങളുടെ കൈവശമുണ്ട്. റൂംമേറ്റ്സ്, വാർഡൻ എന്നിവർക്ക് പങ്കുണ്ട്. മൃതദേഹം എടുക്കാൻ പോയപ്പോൾ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിക്കും കളമശ്ശേരി SIക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുട്ടിയുടെ അമ്മാവൻ വ്യക്തമാക്കി. രാത്രി 11 മണിയോടെ ഹോസ്റ്റലിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു അമ്പിളിയെ. അന്നു മുതൽ തന്നെ കുടുംബം ആരോപണമായി രംഗത്തുണ്ടായിരുന്നു. മരണപ്പെടുന്നതിന് അടുത്ത ദിവസങ്ങളിലെ അമ്പിളിയുടെ ഡയറി കാണാനില്ലെന്നും ആരോപണമുണ്ട്. ഹോസ്റ്റൽ വാർഡനും സഹപാഠികളും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അമ്പിളി നാട്ടിലെത്തിയ സമയത്ത് രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. മുറിയിലുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾ രാത്രി 11ഓടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടതെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം. തുടർന്ന് ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അമ്പിളി ഇതിനു മുമ്പ് 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒരു തവണ ഹോസ്റ്റലിലും മറ്റൊരു തവണ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ചുമാണ് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് വിവരം. 3 വർഷമായി മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിക് വിഭാഗത്തിൽ ചികിത്സിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ച ശേഷം ഹോസ്റ്റലിലാക്കി പിതാവ് മടങ്ങിയതിന് പിന്നാലെയായിരുന്നു അമ്പിളി ജീവനൊടുക്കിയത്.